മസാല ദോശ അന്വേഷിച്ച് പോയി ഞങ്ങൾക്ക് കിട്ടിയത് അപ്പം മുട്ട കറി കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ വലിയ കുഴപ്പമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങളുടെ ട്രിപ്പ് വീണ്ടും സ്റ്റാർട്ട്. ഓരോ അടിപൊളി സ്ഥലം കാണുമ്പോൾ വണ്ടിയൊക്കെ നിർത്തി റിലാക്സ് ചെയ്തിട്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. ഈ ചൂടുകാലത്ത് ഈ മരത്തിന്റെ ഇടയിലൂടെയുള്ള യാത്ര ഭയങ്കര അടിപൊളിയാണ്. അടിവയറ്റിൽ മഞ്ഞ് വീഴുമ്പോഴുള്ള ഒരു സുഖമില്ലേ, ഇതാണ് എന്റെ ട്രാവൽ പാർട്ട്ണർ. അങ്ങനെ ഞങ്ങൾ ഏഴാഴ്ചമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക് എൻ്റർ ചെയ്യാം. പേരിനോട് 100% നീതി പുലർത്തിയ ഒരു ഈ കൊടും ചൂടത്ത് വരാൻ പറ്റിയ സ്ഥലമാണ്. ഇത്ര ദൂരം വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് ക്ഷീണം മൊത്തം ഇവിടെ എത്തി, കാരണം ഈ സറൗണ്ടിങ്സ് മൊത്തം കൂളിംഗ് ആയി. ഈ പാസ് ചെയ്യണ വെള്ളത്തിന്റെ പ്രഷർ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചുതരാം. ഇവിടെ വന്ന സമയം പോണത് അറിയാൻ പറ്റില്ല, അത്ര അടിപൊളി ഒരു സ്ഥലമാണിത്. പിന്നെ നമ്മളിവിടെ ഒറ്റക്കല്ലായിരിക്കും, നമുക്ക് കൂട്ടിനായിട്ട് ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. അക്കാണുന്ന മരത്തിൽ മൊത്തം കുരങ്ങന്മാരായിരുന്നു. പക്ഷെ പാവങ്ങൾ ഉപദ്രവകാരി. എന്റെ ക്യാമറയുടെ മുമ്പിൽ ആള് കുറച്ച് പോസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു. നമ്മുടെ പ്രകൃതിനെ നമ്മൾ തന്നെ, അതുകൊണ്ട് ആരും ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇട്ട് നശിപ്പിക്കും. പണ്ട് പ്രളയം വന്ന സമയത്ത് ഇതൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ. കുറെ പേര് ഇവിടെ കുളിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ വെള്ളം നല്ല തണുത്തുള്ളതാണ്. ഞങ്ങളിവിടെ കുറെ ടൈം സ്പെൻഡ് ചെയ്തു. ഇതിന്റെ അകത്ത് തന്നെ ജ്യൂസും സ്നാക്സ് ഒക്കെ കിട്ടുന്ന ചെറിയൊരു ഷോപ്പ്. ഇതിന്റെ അകത്ത് തന്നെ ഒരു തൂക്കുപാലവും വരുന്നുണ്ട്. ഇവിടെ ഏതൊരു കപ്പിൾസിന്റെ സേവ് ദ ഡേറ്റ് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കുടക്കുഴിയിൽ എല്ലാ ഐറ്റംസ് കിട്ടാന്ന് പറയുന്നത് തട്ടിപൊളി. ഇത്രയും ചൂടുള്ള സമയത്താണ് ഞങ്ങൾ വന്നെങ്കിലും ആകെ ഈ പാലത്ത് നിന്നപ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് ചൂട് അനുഭവപ്പെട്ടത്. ബാക്കി സ്ഥലങ്ങളിൽ ചുറ്റും മരങ്ങളായതുകൊണ്ട് ഫുൾ കൂൾ ഏരിയ. തീർന്നില്ല, ഈ പാലിറങ്ങി നേരെ പോകുന്നത് തുമ്പൂർമുഴി ഗാർഡനിലേക്കാണ്. ഈ ഗാർഡനിൽ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാം. കൊച്ചുകുട്ടികൾക്ക് 15, മുതിർന്നവർക്ക് 20 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര അടിപൊളിയാണ്. ഇതാണ് ബട്ടർഫ്ലൈ സ്പോട്ട്. ഇവിടെ കുറെ ബട്ടർഫ്ലൈസ് ഉണ്ട്, അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു. ഇവിടെ നിന്ന് നടന്ന് നേരെ പോകുന്നത് പാർക്കിലേക്കാണ്. അവിടെ കുറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. നോട്ടി പോയിന്റ്, 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഇവിടുത്തെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റൂ. ശേഷം അവിടുന്ന് കുറെ ഫോട്ടോസ് എടുത്ത് അടുത്ത ലൊക്കേഷനിലേക്ക്. അപ്പൊ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ശരി.